വെച്ച ഇല്ലം ചുടുക എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. 21-ന് നടക്കുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷ UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന്റെ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ വിലക്കാണ് പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചത്. ജൂൺ 22 വരെയുള്ള നിരോധന കാലം കഴിഞ്ഞാലും 30 വരെ ടെലിഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തിക്കില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് കേന്ദ്രം പറയുന്നത്. IT നിയമത്തിലെ 69A വകുപ്പ് ഉപയോഗിച്ചുള്ള തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പരീക്ഷാ ക്രമക്കേട് തടയാനുള്ള ശരിയായ നടപടിയാണോ ഒരു മെസ്സേജിംഗ് ആപ്പിന്റെ സേവനം രാജ്യത്താകെ തടയുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. ടെലിഗ്രാം എന്നത് ഒരു ആശയവിനിമയ പ്ലാറ്റ്ഫോം മാത്രമാണ്. NDA ഉൾപ്പെടെ ദേശീയ ഏജൻസികൾ നടത്തിയ പരീക്ഷകളുടെ ചോർന്ന ചോദ്യപേപ്പറുകളും ഉത്തരസൂചികകളും വ്യാപകമായി പ്രചരിച്ചത് ടെലിഗ്രാം വഴിയാണ് എന്നത് വാസ്തവമാണ്. പക്ഷേ ചോർച്ച തടയാതെ ഒഴുകുന്ന വഴി തടയുക എന്ന തുഗ്ലക് തീരുമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിയന്ത്രണം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ യഥാർത്ഥ ഉറവിടം പരീക്ഷാ സംവിധാനത്തിനകത്തോ അച്ചടി വിതരണ ശൃംഖലയിലോ ആയിരിക്കാമെന്ന സംശയം അന്വേഷണ ഏജൻസികൾ പങ്കുവച്ചതാണ്. എന്നിട്ടും പരീക്ഷയുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും പരീക്ഷാ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം നിലനിൽക്കുന്നതായും NDA അവകാശപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സേവനത്തെ തടയുകയെന്ന യുക്തിരഹിത തീരുമാനം എന്തിനെന്ന് കേന്ദ്രം വ്യക്തമാക്കണം. ഇന്ത്യൻ വ്യോമസേന, ആഭ്യന്തര മന്ത്രാലയം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്റർ, ഇന്റലിജൻസ് ബ്യൂറോ, CBI എല്ലാം ഒരു മിഷനായി അണിനിരത്തിയാണ് 21-ന് നീറ്റ് നടത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. രാജ്യത്തിന്റെ സൈബർ ഇടം സുരക്ഷിതമാക്കാൻ ചുമതലയുള്ള ദേശീയ നോഡൽ ഏജൻസിയാണ് CERTN. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്റർ കൈകാര്യം ചെയ്യുക. ഇത്രയൊക്കെ സംവിധാനമുണ്ടെങ്കിലും പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് സൈബർ സുരക്ഷ ഒരു വെല്ലുവിളിയായി തുടരുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സൈബർ വെല്ലുവിളികളെ നേരിടാൻ എല്ലാ സംരക്ഷണ സ്രോതസ്സുകളും ജാഗ്രതയിലാണെന്നും മന്ത്രി പറഞ്ഞു. പരീക്ഷ നടക്കുന്ന നഗരങ്ങളിലേക്ക് ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ത്യൻ വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. വിദേശത്ത് 14 കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 551 നഗരങ്ങളിലായി 5435 കേന്ദ്രങ്ങളിലാണ് പുനഃപരീക്ഷ നടക്കുന്നത്. നീറ്റ് ചോർച്ചയ്ക്കൊപ്പം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പരീക്ഷയുടെയും അതിന്റെ പുതിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന്റെയും വീഴ്ചകൾ രാജ്യത്തെ സൈബർ സുരക്ഷാ പരാജയം അടിവരയിടുന്നെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ IT വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി മുതൽ മെയ് വരെ കാലയളവിൽ നിരവധി തവണ CBSE ഓൺലൈൻ മൂല്യനിർണ്ണയ സംവിധാനത്തിലെ ദുർബലതകൾ CERTN ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന CBSE പോർട്ടലിൽ പ്രവേശിച്ച വീഴ്ച പുറം ലോകത്തെത്തിച്ച എത്തിക്കൽ ഹാക്കർമാരിൽ ഒരാളായ നിസർഗ അധികാരിയും പറഞ്ഞിരുന്നു. നാഴികയ്ക്ക് 40 വട്ടം ഡിജിറ്റൽ ഇന്ത്യയെ നുരുക്കഴിക്കുന്ന മോഡി സർക്കാരിന്റെ വലിയ വീഴ്ചയിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. കർശന നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് സർക്കാർ പറയുമ്പോഴും പരീക്ഷാ ക്രമക്കേടുകൾ തുടരുന്നതിൽ പാർലമെന്ററി സമിതിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പരീക്ഷാ നടത്തിപ്പിന് ഉന്നതതല സമിതി നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് സമയബന്ധിതമായ മാർഗരേഖ പ്രസിദ്ധീകരിക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് കമ്മിറ്റി ശുപാർശ ചെയ്തു. രാജ്യവ്യാപകമായി മത്സര പരീക്ഷകളുടെ സുഗമമായ നടത്തിപ്പിനായി ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കുന്നതിന് വകുപ്പും NDAയും എല്ലാ പങ്കാളികളുമായും വിപുലമായ കൂടിയാലോചനകൾ നടത്തണമെന്നും പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ ഉൾപ്പെടെ ദേശീയ പരീക്ഷകളൊന്നും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പറയാനാകില്ല എന്നു തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തുന്നതിനുള്ള സൈബർ സുരക്ഷ അടക്കം ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. തട്ടിപ്പിന്റെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുന്നതിന് പകരം അത് പുറം ലോകം അറിയാതിരിക്കാൻ മറ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. അതിഥികളിൽ നിന്ന് ചേരിക്കാഴ്ചകൾ മറയ്ക്കാൻ മതിലുകൾ പണിയുകയല്ല വേണ്ടത്, ചേരികൾ നിഷ്കാസനം ചെയ്യുകയാണ്.